രാവിലെ നിയമസഭയിൽ ഒരു ശുദ്ധീകലശത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതായത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു പ്രതാപകാലത്ത് ഇവരുടെ തന്നെ ഭാഗമായ ഊരാളുങ്കൽ സൊസൈറ്റി വഴിവിട്ട ബന്ധം ഏർപ്പെടുത്തി ഈ പല പദ്ധതികളും എളുപ്പത്തിൽ പല കരാറുകളും ഇവർ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ യു ഡി എഫ് സർക്കാർ വന്നതോടെ ഈ ഒരു ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിട്ട് നിയമസഭയിൽ ഊരാളുങ്കലിനെ പറ്റി വലിയൊരു ചർച്ച നടക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. എനിക്ക് തോന്നുന്നു KM അഭിജിത്താണ് എന്നിട്ട് ഇന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ബഷീറിനോടാണ് ചോദിക്കുന്നത്, KM ബഷീറിനോടാണ് ചോദിക്കുന്നത്, ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, കണ്ടിട്ട് ഉണ്ടെങ്കിൽ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയാം. ഇത് കഴിഞ്ഞ ദിവസം സഖാക്കളെല്ലാം വലിയ രീതിയിൽ ആഘോഷിച്ചൊരു കാര്യമാണ്. ഇതാ UDF അധികാരത്തിൽ വന്നിട്ട് ഊരാളുങ്കലിന് ക്ലീൻ ചീട്ട് കൊടുത്തിരിക്കുകയാണ്. ഊരാളുങ്കലിനെ അനുകൂലിച്ച് മന്ത്രി പറഞ്ഞിരിക്കുന്നു, KM ബഷീർ പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് അജണ്ടകൾ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ നിയമസഭയിൽ ഒരു കാര്യം അന്വേഷിക്കണമെങ്കിൽ, അതിനെതിരെ റിപ്പോർട്ട് തേടണമെങ്കിൽ അത് ചർച്ചയാകണം. ആ വിഷയം ചർച്ചയായെങ്കിൽ മാത്രമേ റിപ്പോർട്ട് തേടാൻ നിയമസഭയിൽ ചർച്ചയായെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവിടെ നടന്നത്. അന്ന് സഖാക്കന്മാരെല്ലാം, കാരണം അന്ന് അദ്ദേഹത്തിന് ആ വിഷയത്തെപ്പറ്റി അറിയില്ല. ഇപ്പോൾ ഇന്നൊരു ചോദ്യം ചോദിക്കുന്നു, അതിനുശേഷം ഇപ്പോൾ എനിക്കിതിനെപ്പറ്റി അറിയില്ല, ഞാനിത് പഠിച്ചിട്ട് പറയാം, ഇതാണല്ലോ പറയുന്നത്. ഇതാണ് അന്ന് നിയമസഭയിൽ ഉണ്ടായത്. അന്ന് നിയമസഭയിൽ ഊരാളുങ്കലിനെ UDF അനുകൂലിച്ചെന്ന് പറഞ്ഞുകൊണ്ടും ഊരാളുങ്കലിന് വേണ്ടിയിട്ട് പിടിപണി ചെയ്യുന്നു, ഊരാളുങ്കൽ നല്ലതാണ് എന്ന് പറയുന്നത് UDF ആണെന്നും ഇവിടുത്തെ ഇടതുപക്ഷം വലിയ രീതിയിൽ പ്രധാന മീഡിയകളുടെ ഒരു പ്രൈം ഹെഡ്ലൈൻ അത് തന്നെയായിരുന്നു. എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു. പക്ഷെ അതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എന്താണ്, നിയമസഭയിൽ കൃത്യമായിട്ട് ഇതുമായിട്ട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. റിപ്പോർട്ട് തേടി നമ്മുടെ സ്പീക്കർ പോയിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് സ്പീക്കർ അതിന് റിപ്പോർട്ട് തേടിയത്? നിയമസഭയിൽ ഈ വിഷയം ചർച്ചയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ സ്പീക്കർക്ക് ഇത് റിപ്പോർട്ട് തരാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് തരുന്നു. ആ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുള്ള മൊഴികൾ, അതിലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുള്ളത്. അതിൽ പ്രധാനമായിട്ടുമുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്, ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പെട്ടെന്നാണ് എല്ലാത്തിലും സാങ്ഷൻ കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും മാസങ്ങളോളം ചുമന്ന നൂലിൽ കിട്ടി അവിടെ കിടക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലം മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അത് സാങ്ഷൻ ആക്കി കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഗുരുതര ആരോപണമാണുള്ളത്. അതേപോലെ തന്നെ അത് ഗുരുതര ആരോപണമാണ്. അതിനപ്പുറത്തേക്കുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത്, ഒരു ദിവസം രാത്രി നിയമസഭയിലേക്ക് ഒരു ലോറി നിറയെ ഡിജിറ്റൽ ഉപകരണങ്ങളുമായിട്ട് വരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രം, അതായത് ഒരു ഉപകരണം കൊണ്ടുവരുന്നു, ഇപ്പോൾ ഒന്നെങ്കിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഫോണ്, ഇത് നിയമസഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് പരിശോധിക്കണ്ടേ, ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കണ്ടേ? അവിടെ അങ്ങനെ പരിശോധിക്കണമെന്ന് പറഞ്ഞ ആ ഉദ്യോഗസ്ഥരെ മുകളിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ടാക്കി, ഇപ്പം അതൊന്നും നിങ്ങൾ ആരും ഇവിടെ അന്വേഷിക്കാൻ നിൽക്കേണ്ട, അത് വാങ്ങിച്ച് സ്റ്റോർ റൂമിൽ വെച്ചിരുന്നാൽ മതി എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അത് വാങ്ങിച്ച് സ്റ്റോർ റൂമിലേക്ക് വെക്കുന്നു. പിറ്റേ ദിവസം ആ ബില്ല് പാസ്സാക്കി കൊടുക്കുന്നു. അത്രയും വേഗത്തിലാണ് ഇതെല്ലാം നടന്നത്. അവിടെയാണ് ദുരൂഹതകൾ വരുന്നത്. അതായത് ഈ സാധനം പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലയോ എന്ന് പോലും നോക്കാതെ സാധനം വാങ്ങിച്ച് വെച്ചിട്ട് കാശ് കൊടുത്തിട്ട് വിടുകയാണ്. ഇത് നല്ലതാണോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ പോലും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്. നിയമസഭയിലെ പല ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിലുള്ള ലോബികൾ ഭയപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഊരാളുങ്കലിനെ സംബന്ധിച്ചുള്ള വലിയ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഊരാളുങ്കലിനെ മാത്രമല്ല, ഇപ്പോൾ ഇന്ന് തന്നെ മാധ്യമങ്ങൾ കൊടുത്ത വലിയൊരു വാർത്തയാണ്, ഇതാ ഊരാളുങ്കലിന് വിടുപണി ചെയ്യുന്നു UDF സർക്കാർ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട, എവിടെയെങ്കിലും ഊരാളുങ്ങളുടെ പേര് വന്നു കഴിഞ്ഞാൽ അവിടെ UDF സർക്കാർ അവരെ അനുകൂലിക്കുന്നു എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഇടതുപക്ഷം കൈക്കൊള്ളുന്നത്. അവിടെ എന്താണ് നടന്നത്? അവിടെ ഒരു 10-42 കമ്പനികളുണ്ട്, ഊരാളുങ്ങളെ പോലുള്ള മറ്റുള്ള ഇത്തരത്തിൽ ചെറുകിട കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കുമായിട്ട് എനിക്ക് തോന്നുന്നു 6 മാസത്തിനുള്ളിലാണ് അവരുടെ ഡേറ്റ് വരുന്നത്, 1 വർഷത്തേക്കിനാണ് തോന്നുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു 42 ദിവസത്തേക്കിന് പുതുക്കി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഊരാളുകളിന് വീണ്ടും 42 ദിവസം സമയം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മളെന്താണ് വിചാരിക്കുന്നത്? സാധാരണപ്പെട്ട മനുഷ്യൻ വിചാരിക്കും, ഓ
ഇപ്പോൾ ഇവര് പ്രതിപക്ഷത്തിരുന്ന കാലത്ത് ഊരാളുകളെ ഇത്രയധികം വിമർശിച്ചിട്ട് വീണ ടിയുമായി ബന്ധപ്പെടുത്തി ഊരാളുകളെ മുഴുവൻ ആക്ഷേപിച്ചിട്ട് താറടിച്ച് കാണിച്ചിട്ട് ഇവർ അധികാരത്തിൽ കയറിയിട്ട് എന്താണ് കാണിക്കുന്നത്? അവരുടെ ഇന്ന് കമ്മീഷൻ പറ്റിയിട്ടല്ലേ അവർക്ക് അനുകൂലമായിട്ടുള്ള ക്ലീൻ ചീറ്റ് കൊടുക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലൊരു സാധാരണപ്പെട്ടവൻ കരുതൂ. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു സർക്കാർ സംവിധാനത്തിന് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ക്രമക്കേട് കണ്ടെങ്കിൽ മാത്രമേ ഇടപെടാൻ കഴിയൂ. ക്രമക്കേട് കാണാത്ത ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിയുമോ? നിയമസഭയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ചട്ടങ്ങളില്ലേ? ചട്ടങ്ങളും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുമില്ലേ? അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നു അതുകൊണ്ട് നാളെ തൊട്ട് കേരളം മാറണം, അങ്ങനെ നടക്കുമോ? ഓരോ കാര്യങ്ങൾക്കും വേണ്ടുന്ന സിസ്റ്റം ബിൽഡ് ചെയ്ത് ആ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റേഷൻസ് നടത്തിയാണ് അത് മുന്നോട്ട് പോകേണ്ടത്. അവിടെയാണ് നിയമസഭയിൽ കൃത്യമായിട്ട് UDF ഊരാളുങ്ങളുടെ വിഷയം കൊണ്ടുവരുന്നു. ആ വിഷയം ചർച്ചയാകുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ എന്താണ് പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കയ്യിൽ രേഖകളൊന്നുമില്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ട് പറയാം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അന്വേഷിക്കാൻ പോകുമ്പോൾ എന്താണ്? അന്വേഷിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വിശദമായുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാക്ഷാൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഭവവും കാര്യങ്ങളും ഒന്നും നമുക്ക് പറയേണ്ട, അതായത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അതായത് ഓരോ ദിവസവും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കമാൻഡിങ് പവറോ അല്ലെങ്കിൽ ആ ഒരു പദവിക്കൊത്ത രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രൗഢി അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഓരോ പെർഫോമൻസും. ഇതിന്റെ പ്രധാന വിഷയം അദ്ദേഹം എന്തുകൊണ്ടാണ് ഇടപെട്ടത്? അത് പുറത്തുള്ള വിഷയങ്ങളായതുകൊണ്ട് മാത്രമല്ല, നിയമസഭയ്ക്കുള്ളിൽ പോലും, അതായത് ഇന്ന് സ്പീക്കറായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇരിക്കുന്ന നിയമസഭയ്ക്കുള്ളിൽ പോലും ഇത്തരത്തിലുള്ള ഊരാളുങ്കൽ ലോബികൾ ഉണ്ടായിരുന്നു. അവരായിരുന്നു നിയമസഭ കൈകാര്യം ചെയ്തിരുന്നത്. നിയമസഭയിലേക്ക് എന്ത് കൊണ്ടുവരണം, എന്ത് കൊണ്ടുവരണ്ട, എവിടെ എന്തെല്ലാം സാധനങ്ങൾ മാറ്റിവെക്കണം. ഇപ്പോൾ നിയമസഭയെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ എന്ത് തീരുമാനം എടുക്കണമെങ്കിൽ സ്പീക്കർ മാത്രം വിചാരിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട, വേറെ ഒരു റിപ്പോർട്ടും വേണ്ട. ഇപ്പോൾ നിയമസഭയൊന്ന് പുതുക്കി പണിയണോ, നിയമസഭയിലേക്ക് ഒരു സാധനം കൊണ്ടുവരണോ, അതിനെല്ലാം സ്പീക്കർ വിചാരിച്ചാൽ മാത്രം മതി, സ്പീക്കറിൻ്റെ ഒറ്റ ഒപ്പ് മാത്രം മതി. ബാക്കിയുള്ളതിനെല്ലാം പല പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിയമസഭയിൽ സ്പീക്കർക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഊരാളുങ്കൽ ലോബികളായിരുന്നു നിയമസഭ ഭരിച്ചിരുന്നത്. അവരാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒരു ദിവസം കൊണ്ടൊക്കെ തള്ളുകയാണ്. ഡിജിറ്റൽ ഉപകരണങ്ങൾ മാത്രമല്ല കേട്ടോ, അതായത് ഈ ഒരു നിയമസഭ അതിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറ്റാലിയൻ മാർബിൾസ്, അതായത് വില കൂടിയ കോസ്റ്റ്ലി ആയിട്ടുള്ള മാർബിൾസ് ആണ്. കൂടാതെ AC, ബ്രാൻഡഡ് AC, കൂടാതെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, ഡൈനിങ് മേശ, ഇതെല്ലാം വെക്കുന്നത് കാര്യമില്ല. പക്ഷെ അവരുടേതായിട്ടുള്ള ഇവരാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പൊ ഇവരുടെ ഇഷ്ടത്തിന് ഈ ഒരു ടെൻഡറും കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ പറയുന്നതാണ് തുക. അതെ, അവരാണ് നിശ്ചയിക്കുന്നത്, ഇവരാണ് നിശ്ചയിക്കുന്നത്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു ഇത്തൽക്കണ്ണി, ഒരു മരത്തിൽ ഷഡ്പദം എങ്ങനെ കയറി അതിൽ നിന്ന് ചോര ഊറ്റി കുടിച്ച് ഈ ഒരു ഷഡ്പദം വളരുന്നു, അതുപോലെയാണ് ഈ സർക്കാരിന്റെ കൂടെ ഊരാളുങ്കൽ സൊസൈറ്റിയും പടർന്ന് പന്തലിച്ചത്. ആശയ്ക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി വിജയന് വിലയിട്ടുകൊണ്ടിരുന്നത് ഊരാളുങ്കൽ സൊസൈറ്റി ആയിരുന്നു. പിണറായി വിജയൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ലോബികളായിരുന്നു. അതുകൊണ്ടാണ് ആ ലോബികൾ കൃത്യമായിട്ട് വീണ ടിക്ക് കൃത്യമായിട്ടൊരു പണം കൊടുത്തുകൊണ്ടിരുന്നത്. വീണ ടിയുടെ വീട്ടിലേക്ക് ED എന്തിനാ റെയ്ഡിന് വന്നത്? കരിമണൽ കർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്തതിന് മാസപ്പടി വാങ്ങിച്ചതിന് കണക്കില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവരെല്ലാം ഒരു ലോബിയാണ്. ഈ കരിമണൽ കർത്തയാണെങ്കിലും ഊരാളുങ്കലാണെങ്കിലും ഇതെല്ലാം ഒരു ലോബിയാണ്. പിന്നെ ഈ ഒരു CPM എന്നുള്ള പാർട്ടി അല്ലെങ്കിൽ LDFന് പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഒരു CPM എന്നുള്ള പാർട്ടിക്ക് ഫണ്ടിങ് ആവശ്യമാണല്ലോ. ഈ ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത്? ഈ ഊരാളുങ്കൽ ഇവരുടേതായിട്ടുള്ള തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ നിന്ന് ഇവരാണ് ഈ ആവശ്യത്തിനുള്ള ഫണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ ആരാണ് രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട പേരിൽ ആദ്യം വരുന്ന പേര് ഊരാളുങ്കലിന്റെ പേര് തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇവർ ഉണ്ടാക്കി കൊടുത്ത ബില്ലിന്റെ കണക്കൊക്കെ നമ്മൾ പണ്ട് ഒരുപാട് നാൾ എന്ന് പറയുന്നത് 10 വർഷം കൊണ്ട് പടർന്ന് പന്തലിച്ചു. ശബരിമലയിൽ കാറ്ററിങ് ആരായിരുന്നു? ഊരാളുങ്കലായിരുന്നു. അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നും വന്ന് ഇന്ന് ഇവന്റ് മാനേജ്മെന്റും ബാക്കിയെല്ലാം കേരളത്തിലെ മുഴുവൻ സർക്കാരിന് എന്ത് വിഷയമുണ്ടെങ്കിലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ പണി എടുത്ത് ചെയ്യാൻ കഴിയുന്നൊരു സംരംഭമായിട്ട് ഊരാളുങ്കൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ കടാക്ഷം കൊണ്ടാണ്. പിണറായി വിജയന് നേരിട്ട് പണം ചോദിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഊരാളുങ്കൽ ഇത്തരത്തിൽ പണം സമ്പാദിച്ച് പാർട്ടിക്ക് കൊടുത്തതോ ചിലപ്പോൾ പിണറായി വിജയന് കൊടുത്തതോ ആകാം. ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. അന്വേഷണങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇപ്പോൾ
UDF ആണ് അധികാരത്തിൽ വരുന്നത്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം PSCയുമായി ബന്ധപ്പെട്ട് അണ്ണന്മാർക്ക് ജോലി കൊടുത്ത് പിടിച്ചേ, ഓരോ ദിവസങ്ങളും ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ അറിയാം, അതായത് തിരുവഞ്ചൂർ ഊരാളുകളിലും ഊരുമോ എന്നുള്ളത്.